സർ, ഇവിടെ ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു. എന്താ പറ്റിയ? ആ ഓ, അപ്പോൾ നിങ്ങളത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളും, അതല്ലേ സിഗ്നൽ? മുഖ്യമന്ത്രി സംസാരിക്കല്ല. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കാണ്. ഒരു വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല, കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ. കൊള്ളുന്നുണ്ടല്ലോ, അതല്ലേ കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേൽക്കുന്ന നില വന്നത്. നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. കേട്ടോ, എവിടത്തേക്കാണ് എത്തുന്നത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത്? സർ, ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു. അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയത്. അപ്പോൾ ആ ഇളവ് അനുവദിക്കുന്നത് കോടതി തന്നെയാണ്. അതിനെയും പോലീസ് എതിർക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പേർ ജാമ്യത്തിലിറങ്ങുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥയിൽ കഴിയേണ്ടവരാണവർ. പക്ഷെ അങ്ങനെയുള്ള ആളുകളിൽ കുറേ പേര് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നുണ്ട്. സർ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വ്യത്യാസം മാത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല. പോലീസ് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ മാത്രമാണ്. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. ജാമ്യം കോടതി അനുവദിച്ചതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ അവിടുന്ന് ആരോ ഇടക്ക് പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൂടെ. അങ്ങനത്തെ അധികാരം സാധാരണഗതിയിൽ പോലീസിനുണ്ടോ? കോടതി അനുവദിച്ച ജാമ്യത്തിൽ ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ പോലീസിന് അധികാരമുണ്ടോ? ആ അധികാരം പോലീസിന് കൊടുക്കുന്നതിനോട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് യോജിപ്പാണോ? ഏതെങ്കിലും ഒരു കേസിനെ മാത്രം ആസ്പദമാക്കിയല്ലോ കാര്യങ്ങൾ കാണേണ്ടത്. കേരളത്തിലാകെയുള്ള സംഭവങ്ങളെയല്ലേ നോക്കേണ്ടത്. സ്വതവേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതിൻ്റെ മേലെ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കാമോ? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ, ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ, ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമല്ലേ. ഇപ്പോൾ ചെന്താമരയുടെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കാ വിയോജിപ്പുള്ളത്?